ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രാവിലെ തന്നെ നല്ല മഴയാണ്. ഇന്നലത്തെ വീഡിയോയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേ രാവിലെ ഒരു അംഗമായിരുന്നു കേട്ടോ അടുക്കളയിൽ. കാരണം വിറക് കിട്ടിയ വിറകെല്ലാം തീർന്നു. കാരണം ഈ അടുപ്പിൽ ഒരുപാട് വിറകുണ്ടെങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ കേട്ടോ. ഭയങ്കരമായിട്ട് തീ എരിഞ്ഞ് അങ്ങ് ഇഷ്ടം പോലെ വിറകിൻ്റെ ആവശ്യമാണ് ഈ അടുപ്പിന്. ഈ അടുപ്പ് വെച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, നിങ്ങൾക്കും ഇതുപോലെയാണോ അവസ്ഥയെന്ന്. കാരണം ഒത്തിരി വിറക് വേണം ഇതിന്, ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. അത്രയ്ക്കും വിറക് തിന്ന് തീർക്കുന്നതാണെന്ന് തോന്നുന്നു ഈ അടുപ്പ്. അപ്പോൾ കിട്ടിയ വിറകെല്ലാം നമുക്ക് തീർന്നിട്ടുണ്ട്. പിന്നെ ഒരു ചാക്ക് തൊണ്ടും ഞാൻ അകത്തോട്ട് എടുത്തുകൊണ്ട് വെച്ച് കേട്ടോ. അപ്പോൾ ഒന്ന് തോട്ടത്തിലൊക്കെ ഒന്ന് ചുറ്റി വന്നപ്പോഴത്തേക്കും കുറച്ച് ചെറിയ ചുള്ളികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഒടിച്ച് പറക്കിയെടുക്കുകയാണ്. എല്ലാം നനഞ്ഞ് കുതിർന്നിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൊണ്ടൊന്ന് ഉണക്കിയിട്ടേ നമുക്ക് അടുപ്പ് കത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പോഴേ കൊണ്ട് വെക്കാനൊന്നും പറ്റത്തില്ല. മൊത്തം നനഞ്ഞ് മഴയൊക്കെ പെയ്തും വെള്ളമൊക്കെ കയറി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ല ഒരു വെയിലൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് വാടി കിട്ടിയേനെ. ഇല്ലെങ്കിൽ നമ്മൾ അടുപ്പിൻ്റെ തിട്ടയിൽ ഇങ്ങനെ നിരത്തി വെച്ച് നല്ലതുപോലെ ചൂട് പിടിച്ചതിൻ്റെ ആ ഒരു അപ്പുറമൊക്കെ നന്നായിട്ട് ഉണങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കത്തിക്കാനായിട്ട് പറ്റൂ, അല്ലാതെ പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും തൊണ്ടൊക്കെ പറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ എന്തായാലും തട്ടിയും മുട്ടിയൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള വിറകൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇതായിരുന്നു കേട്ടോ ആദ്യത്തെ പണി. കുറേ തുണികളുണ്ടായിരുന്നു കേട്ടോ കഴുകാൻ. ഇനിയും ഉണ്ട് തുണികൾ കഴുകാൻ വേണ്ടിയിട്ട്. രാവിലെ ഞാൻ കൊച്ചിനെ മദ്രസയിലാക്കിയിട്ട് നേരെ വന്നിട്ട് കുറച്ച് തുണി അങ്ങ് കഴുകിയിട്ട് കേട്ടോ. അപ്പോഴത്തേക്കും കുറച്ച് മഴയൊക്കെ ഇങ്ങനെ തോർന്ന് നിൽക്കുന്ന ഒരു വരുവായിരുന്നു. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് തോരാ മഴ വേണം പറയാനായിട്ട്. തോരാ മഴയാണ് കേട്ടോ, നിർത്താതെയുള്ള മഴയാണ്. ഇങ്ങനെ ചലുബിലാ അങ്ങ് പെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് വെട്ടവും വെളിച്ചമൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് തുണി കഴുകിയിട്ട് വിറകൊക്കെ പറക്കി ഒന്ന് മാറ്റി സ്ലാബിനടിയിലൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ പാചകമൊക്കെ കഴിഞ്ഞിട്ട് വേണം അതൊന്ന് അടുപ്പിൻ്റെ തിട്ടയിലോട്ടൊന്ന് പറക്കി വെക്കാനായിട്ട് കേട്ടോ. പിന്നെ കുറച്ച് ബാക്കി തുണിയും കൂടെ കഴുകിയിട്ട് ഇങ്ങനെ കലത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് വിരിച്ചില്ല. അപ്പോൾ ബാക്കിയും കൂടെയൊക്കെ എടുത്തിട്ടൊന്ന് വിരിക്കുകയാണ് കേട്ടോ. ഇഷ്ടംപോലെ തുണി ഉണ്ടായിരുന്നു. കാരണം മഴയായിട്ട് നമുക്ക് ഒന്നും കഴുകിയിടാനായിട്ട് പറ്റുന്നില്ല. കഴുകിയിട്ട് ഉണങ്ങി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക്. അപ്പോൾ തുണികളൊക്കെ ഇനി കഴുകി ഇനിയിപ്പോൾ ഉച്ചക്കലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതിനിടയ്ക്ക് കൊച്ചിനെ ഞാനൊന്ന് വിളിക്കാൻ പോയി പള്ളിയിൽ നിന്ന്. അപ്പോൾ ഉച്ചയ്ക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. മീറ്റിങ്ങിനും കൂടെ കയറണം. അപ്പോൾ അതിന് മുന്നേ ഉള്ള ജോലികൾ ഒതുക്കിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഞാൻ അരിയൊക്കെ അടുപ്പിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേവായി കിടക്കുകയാണ് കേട്ടോ ചോറ്. അപ്പം മീൻ ഇത് തലേന്ന് കൊണ്ടുവന്നിട്ടുള്ള മീനാണ്. ഇത് കോരയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ച് വെക്കേണ്ട മീനാണ്, പക്ഷേ തേങ്ങയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മുളകിട്ട് കറി വെക്കാമെന്ന്. പിന്നെ കുറച്ച് വറുക്കുകയും കൂടെ ചെയ്യണം ഇതിൽ നിന്ന്. എന്തായാലും മീൻ വറുത്തേ പറ്റൂ, പാത്തൂനും കൂടെ കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ മീൻ കറിക്കുള്ള കാര്യം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവയിട്ട് പൊട്ടിച്ചു. അതിലേക്ക് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും പിന്നെ കുറച്ച് സവോള ഇങ്ങനെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. കൊച്ചുള്ളിയാണ് ടേസ്റ്റ് അറിയാം. അപ്പോൾ കൊച്ചുള്ളി ഇരിപ്പില്ല. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ ഇടാം, പക്ഷേ പച്ചമുളകില്ല. അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ ഞാൻ തക്കാളി അരിഞ്ഞല്ല ഇട്ട് കൊടുക്കുന്നത്, അരച്ചങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അരച്ചൊഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഒരു കുറുകി ഇരിക്കുമല്ലോ. അപ്പോൾ ഒരുപാടങ്ങ് വെള്ളം പോലെ അങ്ങ് നീട്ടി വെക്കുന്നില്ല. ഇച്ചിരി ഒന്ന് കുറുകിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ ഇത് വൈകുന്നേരം വരെ ഓടത്തില്ല എന്നുള്ളതറിയാം. ഇത്രയും 4-5 പേർക്ക് എടുക്കണം. അപ്പോൾ അത്രയും ഓടത്തില്ല. അപ്പോൾ കപ്പയും കൂടെ ഉണ്ട്. കപ്പ ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഞാൻ ചീനി കറിയാക്കി വെച്ചിട്ടുണ്ട്. കപ്പയും കൂടെ ഉള്ളതുകൊണ്ട് ഒരുപാട് കറി വേണ്ടി വരും. അപ്പോൾ ഉച്ചവരെ എന്തായാലും ഇത് നിൽക്കത്തുള്ളൂ. വൈകുന്നേരം ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാം. പിന്നെ പൊടികൾ ഇട്ട് കൊടുത്തു. മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവില്ലാത്ത പൊടിയും കൂടെ മുളക് പൊടി എരിവില്ലാത്തതും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ മല്ലിപ്പൊടി ഇടേണ്ട കാര്യമില്ലായിരുന്നു കേട്ടോ. ഇത് എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ മീൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ അരച്ച് വെക്കേണ്ടതാണ്, പക്ഷേ തേങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇത് മുളകിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇട്ട വീഡിയോയ്ക്കൊന്നും ലൈക്ക് കിട്ടിയിട്ടില്ല. ആ വീഡിയോ ഓടിയിട്ടില്ല. ലൈക്ക് നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ആ വീഡിയോ റെക്കമെൻഡിൽ പോകത്തുള്ളൂ. പിശുക്ക് കാണിക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പഴയ കൂട്ടുകാരെ ഒന്നും കമൻറ്റിൽ കാണുന്നില്ല.
അവരൊന്നും വീഡിയോ കണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. പക്ഷേ വീഡിയോ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് എത്തിക്കത്തുള്ളൂ. ആദ്യം നമ്മുടെ ലൈക്കാണ് നോക്കുന്നത്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ അങ്ങ് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. ലാസ്റ്റ് കണ്ടു കഴിഞ്ഞിട്ട് അങ്ങ് പൊക്കളഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല. അതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത് ഞാൻ മീൻ കറി അടുപ്പിലോട്ടാക്കിയിട്ട് നേരെ വന്നിട്ട് കുറച്ച് കിഴങ്ങ്, നമ്മുടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അത് കിളിർത്ത് വരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കിടന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതെടുത്തിട്ട് മെഴുക്കുരട്ടിയാക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. വറുത്ത് എടുക്കുന്ന പരുവത്തിൽ ഒരു മെഴുക്കുരട്ടിയാക്കി എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ പാത്തു കൊച്ചിന് കൊടുക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ പൊട്ടറ്റോ ഒരു മെഴുക്കുരട്ടിയാക്കി എടുക്കണം. പിന്നെ പപ്പടം വെച്ചിട്ട് ഒരു തോരൻ പോലെയൊക്കെ ആക്കി എടുക്കണം. തേങ്ങ ഇല്ല, അപ്പോൾ പപ്പടം എങ്ങനെ തോരൻ വെക്കും എന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിന് മുന്നേ ഞാൻ തേങ്ങ ഇട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. പപ്പടം വെറുതെ അങ്ങ് പൊരിച്ചെടുത്താൽ പോരെ എന്ന് ചോദിക്കരുത് കേട്ടോ. പപ്പടം വെച്ചിട്ട് എന്തെങ്കിലും ഒരു റെസിപ്പി കാണിക്കണമല്ലോ. അങ്ങനെയാണല്ലോ നമുക്ക് വ്ളോഗ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലാൻ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടി ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് അങ്ങ് തിരുമ്മി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം വെച്ചിരിക്കാം. അപ്പോഴത്തേക്ക് ഇതിൽ മസാലയൊക്കെ അങ്ങ് പിടിച്ച് കിട്ടും കേട്ടോ. മസാല പിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് തിരുമ്മി വെച്ചാലും മതി. ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ആ മഞ്ഞളിൻ്റെയും മുളകിൻ്റെയും ഒക്കെ കളറ് കിട്ടും. അപ്പോഴത്തേക്കും ഇതേ മീനൊക്കെ കഴുകി കൊണ്ട് വന്നിട്ടുണ്ട്. കറിയൊക്കെ ഒന്ന് നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തല ഉൾപ്പെടെയാണ് എടുത്തിട്ടുള്ളത്. ഈ തല എടുക്കുമ്പോഴത്തേക്കും അകത്തെ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ടാണ് തല എടുക്കുന്നത്. ഇനി അതിനായിട്ടൊരു കമൻറ്റ് പറയരുത് കേട്ടോ. എല്ലാം കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകിയിട്ടാണ് നമ്മൾ തലയൊക്കെ എടുക്കുന്നത്. എല്ലാ മീനിൻ്റെയും തല എടുക്കത്തില്ല, എന്നാലും എടുക്കാവുന്നതിൻ്റെയൊക്കെ തല എടുക്കും. അപ്പോൾ കറിയിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു 3 പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനെ വറുക്കാനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് തിരുമ്മി മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് പൊരിച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. പിന്നെ അതേ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് വേണം വഴറ്റാനായിട്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആ മസാല അതിൽ തന്നെ പിടിച്ചങ്ങ് ഇരുന്നോളും. നന്നായിട്ടൊന്ന് വഴറ്റി അടച്ചു വെച്ച് കൊടുക്കണം. അടച്ചു വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഒന്നും കൂടിയൊക്കെ ആവി കയറിയിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിക്കോളൂ കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചതച്ച വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ആക്കുമ്പോഴത്തേക്കും നമുക്ക് ആ സ്പൂൺ വെച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ അറിയാമല്ലോ വെന്തിട്ടുണ്ടെങ്കിൽ. അപ്പോഴത്തേക്ക് നമ്മുടെ ആ മെഴുക്കുവരട്ടി, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് മീൻ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല വറ്റി നന്നായിട്ടൊന്ന് കുറുകി നല്ല മസാലയൊക്കെ ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇറക്കിയിട്ടുണ്ട്. പിന്നെ അതേ ചട്ടിയിലേക്ക് തന്നെ ഞാൻ വെളിച്ചെണ്ണ കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് പപ്പടം ഒന്ന് കാച്ചിയെടുത്തിട്ടുണ്ട്. പപ്പടം ഇതുപോലെ ഒന്ന് പീസാക്കി എടുക്കണം കേട്ടോ. അതിലേക്ക് വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവോളയാണ്, കൊച്ചുള്ളി ചതച്ചത് ഇട്ടാലും മതി, നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ സവോള വാടി കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പപ്പടത്തിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ചതച്ച മുളകും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സാക്കി എടുക്കുക. തേങ്ങ ഇടണം എന്നുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള പപ്പടം അതിലേക്ക് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. അങ്ങനെ പപ്പട റെസിപ്പിയും ഉണ്ടാക്കി മാറ്റിയിട്ട് മീൻ വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാം ഈ ഒരു 3 ചട്ടിയിൽ തന്നെ ഞാൻ ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മുടെ മീനൊക്കെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞത് ചോറൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. പക്ഷേ ചോറ് ഞാൻ ആദ്യം ഒരു ഷോ കാണിക്കാൻ നോക്കിയതാണ്. വേറൊരു പ്ലേറ്റിൽ വെച്ചിട്ട് നല്ല ഷേപ്പൊക്കെ ആക്കിയിട്ട് ചോറ് വെച്ച്. പക്ഷേ കറിയും മീനും ഒക്കെ അങ്ങോട്ട് വെച്ചപ്പോഴത്തേക്കും പൊടിഞ്ഞു പോയി. അപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ മെഴുക്കുവരട്ടിയും നമ്മുടെ പപ്പടം വെച്ചിട്ടുള്ള റെസിപ്പിയും അതുപോലെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഉച്ചയൂണ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചങ്ങ് നിർത്താണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ കാണാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.